ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു മുരിങ്ങയില രസമാണ്. സൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നല്ല അടിപൊളി രസമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിനു വേണ്ടി ഞാൻ ഒരു 50 ഗ്രാമിൽ താഴെ പരിപ്പ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് മുരിങ്ങയില ഇത്രയും മുരിങ്ങയിലയാണ്. പിന്നെ 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു മിക്സിയുടെ ജാർ എടുത്തു, അതിലേക്ക് ഒരു 10 വെള്ളുള്ളി അല്ലി ഇട്ട് കൊടുത്തു, ഒരു 3 ചുവന്നുള്ളി അല്ലി ഇട്ട് കൊടുത്തു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 3/4 സ്പൂണ് മല്ലി, പച്ചമല്ലിയാണ്, അത് എന്തായാലും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകം, പിന്നെ ഒരു 2 വറ്റൽമുളക് ചേർത്തു. ഒരല്പം വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലേക്ക് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ മല്ലി ചേർക്കാതെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല രുചി ഉണ്ടാവും. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു, അതിലേക്ക് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3-4 കഷ്ണം ചെറിയ കട്ടക്കായം അതിലേക്ക് ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്തു. അതുകൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ചെയ്യുക. ഇനി അതിലേക്ക് അല്പം കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കല്ലുപ്പിൽ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അതൊന്ന് അടിപ്പിടിക്കാതെ കിട്ടുകയും ചെയ്യും. ഒരു 1.5 മിനിറ്റ് അതൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഒരു മണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത ഒരു തക്കാളി പൊടിയായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റാണ്. ഈ മഴക്കാലത്ത് കഴിക്കാൻ വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു സൂപ്പർ രസമാണ്. ഇപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമ്മൾക്ക് അതിലേക്ക് ആ പരിപ്പ് ബോയിൽ ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പ് ബോയിൽ ചെയ്ത് ഒരുപാട് അങ്ങോട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഇരുന്നാൽ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇടയിലിടയിൽ അത് കടിക്കാൻ പറ്റും. പിന്നെ ആ പുളി പിഴിഞ്ഞ വെള്ളം മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾക്ക് ആ ആവശ്യത്തിന് കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകിയതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഒരു 6 പേർക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിന് കണക്കാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആ മുരിങ്ങയില ചേർത്ത് കൊടുത്തു. മുരിങ്ങയില ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് വെള്ളം പോരാകേണ്ട കുറച്ചുകൂടി നമ്മൾക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി മതി. നമ്മളൊരു 6-7 ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറക്റ്റായിരിക്കും. ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. ഇനി പോരാത്ത ഉപ്പ് അല്പം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയില വേകാൻ അധികം സമയം വേണ്ടല്ലോ, 2 മിനിറ്റ്. ബാക്കിയെല്ലാം നമ്മൾക്ക് ശരിക്കും ഒന്ന് വഴന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. ഈ മഴക്കാലത്ത് കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മുടെ മുരിങ്ങയില രസം നല്ലപോലെ തിളച്ചിങ്ങനെ വരുന്നുണ്ട്. നല്ലൊരു മണമാണ് അത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അവസാനം അതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില നിർബന്ധമൊന്നുമില്ല, കാരണം മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ. എന്നാലും മല്ലിയില ഇട്ടപ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ്. അതുകൂടി ചേർത്തു നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾക്ക് വറവിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അടച്ച് വെക്കുക, ഒരു 6 മിനിറ്റ് അടച്ച് വെക്കുക. എന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ആ അടച്ച് വെക്കുന്നതിൽ ഒന്നുകൂടി അതൊന്ന് വെന്ത് സെറ്റായിക്കോളും. കണ്ടില്ലേ, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മുരിങ്ങയില രസം ഉണ്ടെങ്കിൽ സൂപ്പറായില്ലേ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്